ഓക്കെ. അത്ര ഓഡിയൻസ് ഉണ്ട് ഇവിടെ. ഞാൻ ഇന്ന് വന്നേക്കണത് സ്ഥിരവും ഡ്രസ് എടുക്കണ ഷോപ്പ് ബ്യൂട്ടി സിൽക്ക്. പല സ്ഥലത്തുണ്ട്. ഇത് എന്റെ വീട് തലക്കുള്ള. അപ്പൊ ഞാൻ തൃപ്രയാർന്നാണ് എടുക്കാറ്. അടിപൊളി സെലക്ഷൻ. ഇത് ജോയിച്ചേച്ചി. ഇതില് കൊറേ ആൾക്കാരുണ്ട് കേട്ടോ. ഡ്രസ് എടുത്ത ആൾക്കാരാണ്. സെലക്ട് ചെയ്ത് തരാനും എല്ലാത്തിനും ഒരു മടിയും കൂടാണ്ട്. കാരണം മെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെല്ലുമ്പോ തന്നെ ഒരു മടിയിലാണ്ട് എത്ര വേണമെങ്കിലും എടുത്തു തരും. അല്ല ഇപ്പൊ എന്താ വീഡിയോ എടുക്കാൻ പറഞ്ഞ? വീഡിയോ എടുക്കാൻ മെയിൻ കാരണം എന്താണെന്നറിയാം. കൊറേ ദിവസമായിട്ട് വേറൊന്നല്ല, ഞാനിവിടെ വന്നപ്പോ ഒരു പാട്ട് പാടോന്ന് വെച്ച് എല്ലാ പ്രാവശ്യം വരുമ്പോ ചോദിക്കില്ല. അപ്പൊ നല്ല തിരക്കാണ്. തിരക്കിന്റെ ഇന്ന് തിരക്ക് കുറച്ച് കുറവാണ്. ഒരു പാട്ട് പാടി കൊടുക്കും. ഇന്നെ വിളിച്ചിരിക്കുന്നുണ്ട്. ഇന്നാണെന്നോ? അല്ല, നീ ഇപ്പൊ സിംഗിളായിട്ട് ഒരു പാട്ട് പാടി കൊടുക്കും. സത്യം പറഞ്ഞ പാട്ടുകാരുടെ പ്രശ്നം ഏത് പാടും. ഏതായാലും പഠിക്കാം. ചേച്ചി പറഞ്ഞു ഇഷ്ടമുള്ള പഠിക്കാം. പറഞ്ഞത് ഇപ്പൊ ചാർജ് ഇപ്പൊ കഴിയുമ്പോ പറ്റിട്ട് ഏതായാലും കുഴപ്പമില്ല. പാട്ടില് ദാസേട്ടൻ അവിടെ കലക്കുണ്ട്. ഏതായാലും പാടിക്കൊടുത്തോ. ഒരു വെയിറ്റിംഗിലാണ്. ഡ്രസ് നോക്കണം. എന്നിട്ട് രാജഹംസം. അതെ, ഇവിടെ കൊറേ ആൾക്കാര് പല പാട്ടുകളാണ്. രാജഹംസമേ പഠിക്കുന്നുണ്ട്. പഠിക്കും. വരി പറയും. സത്യത്തില് ഇത്തടമുള്ള കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നതാ. നമുക്ക് കല്യാണം ഒന്നില്ല, എപ്പോഴും ഡ്രസ് എടുക്കല. സത്യം പറഞ്ഞെങ്കിൽ ഇവിടുത്തെ എല്ലാ ഡ്രസ്. അതെ, വർത്താനം കൂടി പാട്ട് കുറവ്. അല്ലക്ക ഡ്രസ്സിന്റെ ഒരു കൊതിയായിട്ട് പെണ്ണുങ്ങൾ കമന്റ് ചെയ്യേ. ഡ്രസ് കണ്ടാ നമുക്ക് ഒരു ഭ്രാന്തല്ലേ. അതാണ് പാടല്ലേ. പാടി കൊടുക്ക്. ദാസേട്ടന്റെ പാട്ട് അതവിടെ നടക്കുന്നുണ്ട്. അവിടെ ദാസേട്ടന്റെ പാട്ടോടെ അതപ്പുറത്ത് നടക്കുന്നുണ്ട്. പഠിക്കും. പാട്. രാജഹംസമേ വന്നേക്കണം. അത് പാടല്ലേ. രാജഹംസമേ സ്നേഹദൂതമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുന്നുവോ ഹൃദയരേഖ പോരണ എഴുതിയ നമ്പരം നിറമിഴിയോടെ കണ്ടവോ തോയൻ. ഹൃദയരേഖ പോരണ എഴുതിയ നമ്പരം നിറമിഴിയോടെ കണ്ടവോ കേട്ടോ നിന്നവോ വരുമെന്നൊരു കുറിമാനം തന്നോ നാദം വരുമോ പറയൂ രാജഹംസമേ മഴവിൽ കൂടി സ്നേഹദൂതമായി വരുമോ. ഓക്കെ. അത്ര ഓഡിയൻസ് ഉണ്ട് ഇവിടെ. ചുരിദാറിലേക്ക് കിടക്കട്ടാ. അതെ അതെ,
ചുരിദാറൊക്കെ തയ്ക്കാൻ